ഞങ്ങൾ 3 കൂട്ടുകാരികൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ജീവിതം ആഘോഷിക്കുക തന്നെയായിരുന്നു. മദ്യപാനം, പുകവലി, നൈറ്റ് ലൈഫ്, ഡേറ്റിംഗ്. ഇന്ദിരാനഗറിലും കോരമംഗലത്തും എല്ലാ നൈറ്റ് ക്ലബിലെ ആൾക്കാർക്കും ഞങ്ങളെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ലൈഫ് മുഴുവൻ എൻജോയ് ചെയ്യുക തന്നെ ചെയ്തു. കുറച്ച് പണക്കാരായ പിള്ളേരെ സെറ്റ് ചെയ്ത് അവരുടെ പൈസയിൽ അടിച്ചു പൊളിച്ച് ഷോപ്പിങ്ങും ചെയ്ത് നൈറ്റ് ലൈഫും ഒക്കെ ആയിട്ട് ഞങ്ങൾ അറമാദിക്കുക തന്നെ ചെയ്തു. അവർക്ക് എന്നെ കല്യാണം കഴിക്കാൻ യാതൊരു യോഗ്യതയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവരെ വെറും ഒരു ഫണ്ട് മാത്രമായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അവർക്കാണെങ്കിലോ ഞങ്ങളുടെ ശരീരം മാത്രമേ വേണ്ടുള്ളൂ, വേറൊന്നും ആവശ്യമില്ല. ആ സ്ലീവ് ഇട്ട അവർ ഞങ്ങൾക്ക് എന്ത് വേണിച്ചാലും ചെയ്തു തരും. ഇതൊന്നും ആരും അറിയാതിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ക്ലിയർ കട്ട് പ്ലാൻ ആയിരുന്നു. യൗവനം അടിച്ചു പൊളിക്കുക, 30-ാം വയസ്സിൽ കല്യാണം കഴിക്കുക, ഇതൊക്കെയായിരുന്നു പ്ലാന്. ഇപ്പൊ ഞങ്ങൾക്ക് 28 വയസ്സായി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം NRI ചെക്കന്മാരെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുക എന്നത് മാത്രമാണ്. അതിനൊരു കാരണമുണ്ട്. കല്യാണ ശേഷം നാട്ടിൽ തന്നെ നിന്ന ഞങ്ങളുടെ ലീലാവിലാസങ്ങളൊക്കെ നാട്ടുകാർ എന്തായാലും കണ്ടുപിടിക്കും. വിദേശത്താണെങ്കിൽ ആ പേടിയേ വേണ്ട. മിക്ക NRI കിഡ്സിനും വധുവിന്റെ സൗന്ദര്യവും മുലയുടെ വലുപ്പവും മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി ഒന്നും അവര് നോക്കാറില്ല. ഞങ്ങൾ സേഫാണ്, അടിപൊളി ജോലി, ഇൻഡിപെൻഡന്റ് വുമൺ, ലൈഫ്. ഇനി സാമ്പത്തിക ഭദ്രതയുള്ള ഭർത്താവിനെ കല്യാണം കഴിച്ച ലൈഫ് അങ്ങോട്ട് സെറ്റിലാണ്. അടുത്ത തലമുറയും അമേരിക്കയിൽ സുഖമായിട്ട് ജീവിക്കും. ആണുങ്ങൾ വിചാരിക്കണം അവർ വലിയ സ്മാർട്ടാണ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം കാഴ്ചയില് ശരാശരി ലുക്കുള്ള ഒരു NRI പയ്യനെ മാത്രമേ തെരഞ്ഞെടുക്കാറുള്ളൂ. മൈൻഡ് ഗെയിം കളിക്കാൻ ആണുങ്ങളെക്കാട്ടിലും മിടുക്കുകൾ ഞങ്ങൾ തന്നെയാണ്. നോട്ട് ദ പോയിന്റ്. ആവറേജ് ലുക്കുള്ള പ്രവാസികൾ ഒന്ന് ജാഗ്രത പാലിക്കുക. ഇതൊരു ലേഡി ഇംഗ്ലീഷിൽ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റാണ്. അതിന്റെ മലയാളമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പെണ്ണ് ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിലോ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇതൊരു പാറ്റേൺ ആണ്. പെൺകുട്ടികളുടെ എക്സ്പെക്ടേഷൻ എല്ലാം മാറി. ശരിക്കും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ലക്ഷറി, ഫ്രീഡം, സോഷ്യൽ മീഡിയ ഇമേജ്, ഇവയാണ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. കല്യാണം എന്ന് പറയുന്നത് പ്രണയം പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. അവരുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യൽ മാത്രമാണ് അവർ അതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. NRI എന്നത് ഒരു ജാക്ക് പോട്ടാണ്, ഒരു ലോട്ടറി ആണ് എന്നൊക്കെയാണ് മിക്ക സ്ത്രീകളുടെയും വിചാരം. എനിക്ക് സൗന്ദര്യമുണ്ട്, അതും കൊണ്ട് എന്നെ ആൾക്കാർ സംരക്ഷിക്കണം, ഇങ്ങനെയാണോ ശരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? NRI എന്ന ടാഗ് കണ്ട വലിയ ശമ്പളം, സെറ്റിൽഡ് ലൈഫ്, ഈസി ഫ്യൂച്ചർ എന്നിവയൊക്കെയാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ NRIന്റെ റിയാലിറ്റി എന്താണെന്ന് അറിയോ? NRI ശരിക്കും പറഞ്ഞ റിയാലിറ്റി ലോൺ ആയിരിക്കും. ജോബിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, സർവൈവൽ മോഡും ആണ്. NRI = റിച്ച് എന്നത് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. NRIയിൽ വെൽത്ത് മാനേജ്മെന്റ് ചെയ്യണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അവരെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഭൂരിപക്ഷ NRIകളും ഇങ്ങനെയാണ്. പക്ഷെ വിവാഹ ശേഷമാണ് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് നേരെ അബ്രോഡിലേക്കൊക്കെ പോവും, പക്ഷെ അവിടെ എന്താ വെച്ചാൽ വർക്കിംഗ് വിസ കിട്ടില്ല. അപ്പൊ എന്താവും? വീട്ടിലെ ക്ലീനിങ്, കുക്കിംഗ്, ലോൺലിനെസ്, സോഷ്യൽ ഐസൊലേഷൻ. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ലൈഫ് റിയൽ ലൈഫ് അല്ല എന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും ഡൈവേഴ്സ്. ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിലെ സ്റ്റോറിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് അത് ഇവർക്ക് ഇത് എന്ന കമ്പാരിസൺ ഇഷ്ടം പോലെ നടത്താറുണ്ട്. അത് കൂടുതലും ഗേൾസേ നടത്താറുള്ളൂ. ബോയ്സ് ആ കമ്പാരിസൺ കൂടുതലും ഉണ്ടാവാറില്ല. എന്തിന്? ഒരു 95% ആണുങ്ങൾക്ക് അത് ഉണ്ടാവില്ല. സ്വന്തം പാർട്ട്ണറേക്കാളും സോഷ്യൽ മീഡിയ കപ്പിൾസിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. 30 എത്തിയ കല്യാണത്തിന്റെ പ്രഷർ, പൈസ മാത്രം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു റിട്ടേൺ ആയിട്ട് അവരുടെ സ്റ്റാറ്റസ് എഴുതി അത് മാത്രം നോക്കിയിട്ട് വേഗം അങ്ങോട്ട് കല്യാണം കഴിക്കുകയും ചെയ്യും. കാരണം അവിടെ വയസ്സിന്റെ പേടിയാണ് വരുന്നത്. പണ്ടത്തെ പോലെ ഡൈവേഴ്സ് ഇപ്പോൾ ഒരു ഷെയിമല്ല, അതിപ്പോ ഒരു ടാബു പോലെ ആയി. ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും, പക്ഷെ അതിൽ വലിയൊരു ഈഗോ ക്ലാഷിലേക്കാണ് എത്തുന്നത്. കാരണം അവിടെ കമ്മ്യൂണിക്കേഷനും പേഷ്യൻസും വളരെ കുറവാണ്. ആണുങ്ങളുടെ ലുക്ക് ആവറേജ് ആയാലും NRI ആണെങ്കിൽ അവന് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നല്ലത് കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുകയും ചെയ്യും. ഇവിടെ ഡിസിഷൻ സ്റ്റാറ്റസ് ബേസ്ഡ് ആണ് എടുക്കുന്നത്, അല്ലാണ്ട് ഹ്യൂമൻ ബേസ്ഡ് അല്ല. അങ്ങനെ ഹ്യൂമൻ ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴേക്കും, അങ്ങനെ ഒരാളെ കണ്ടെത്തുമ്പോഴേക്കും അത് പിന്നെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അതായത് അവിഹിതത്തിലേക്ക് ചെന്ന് അവസാനിക്കുകയും ചെയ്യും. വിവാഹം ഇപ്പോൾ ഒരു പ്രൊജക്റ്റായി. കാരണം ഇവൻ അല്ലെങ്കിൽ ഇവൾ എനിക്ക് എന്ത് നൽകും, എൻ്റെ ലൈഫ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യും. അവിടെ പാർട്ട്ണർഷിപ്പ് എന്ന കൺസെപ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവിടെ പ്രോപ്പർ ഡേറ്റിംഗ് ഇല്ല, ലോങ് കോൺവെർസേഷൻ ഇല്ല, കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യണ ടെസ്റ്റ് ഇല്ല. ഇതൊന്നും അറിയാതെ നേരെ കല്യാണമാണ്. അൺനോൺ പേഴ്സൺ ആയിട്ട് ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ഒരു റിസ്ക് തന്നെയാണ്. ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല, എനിക്ക് ഡിസർവ് ചെയ്യുന്ന ഇതാണ് എന്നുള്ള ഈഗോ പിടിച്ചിരിക്കുമ്പോൾ ഈഗോ ജയിക്കുകയായിരിക്കും, പക്ഷെ റിലേഷൻഷിപ്പ് തോറ്റുപോകും.
ഈഗോന്റെ ജയം എത്ര കാലം തന്നെ നിലനിൽക്കും, എത്ര ദിവസം തന്നെ നിലനിൽക്കും, പോട്ടെ എത്ര മണിക്കൂർ നിലനിൽക്കും, അവിടെ കൗൺസിലിങ്ങിന് പോവില്ല. കാരണം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ ഒരു ലജ്ജ എല്ലാവർക്കും തോന്നാറുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിവാഹം ഒരു ലക്ഷറി അല്ല, എസ്കേപ്പ് പ്ലാനും അല്ല, സ്റ്റാറ്റസ് സിംബലും അല്ല.